ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിന് 1 കിലോ ഓം റെസിസ്റ്ററും 0.1 മൈക്രോഫാരഡ് കപ്പാസിറ്ററുമാണ് ആവശ്യം. ഈ രണ്ട് സാധനത്തിനും പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യാം. അതിനുശേഷം ഫങ്ഷൻ ജനറേറ്ററിൽ നിന്നാണ് ഈ സർക്യൂട്ടിലേക്കുള്ള ഇൻപുട്ട് സ്ക്വയർ വേവ് കൊടുക്കുന്നത്. അപ്പോൾ 10 VPP വോൾട്ടേജും 1 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയും സ്ക്വയർ വേവും ഫങ്ഷൻ ജനറേറ്റർ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഫങ്ഷൻ ജനറേറ്ററിൽ നിന്നുള്ള പോസിറ്റീവ് പ്രോബ് സർക്യൂട്ടിൽ കാണിച്ചതുപോലെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് പ്രോബും കണക്ട് ചെയ്യുക. അടുത്തത് DSOയിൽ നിന്ന് 2 പ്രോബുകൾ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യണം. ചാനൽ 1 ഇൻപുട്ടായിട്ടും ചാനൽ 2 ഔട്ട്പുട്ടായിട്ടും കൊടുക്കണം. ചാനൽ 1 കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ നമ്മൾ ഫങ്ഷൻ ജനറേറ്റർ കണക്ട് ചെയ്തതുപോലെ തന്നെ ഇൻപുട്ട് സൈഡിൽ ചാനൽ 1 കണക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഇൻപുട്ട് വേവ് DSOയിൽ കാണാൻ പറ്റുള്ളൂ. ഇനി ചാനൽ 2 ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ട്, അതായത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാനൽ 2വിൽ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് സ്ക്വയർ വേവ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് വരുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ 1 കിലോ ഹെർട്സ് ഫ്രീക്വൻസി കൊടുത്തത് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ചേഞ്ച് ആവുന്നത് കാണാം. ഒരു 10 കിലോ ഹെർട്സ് ഫ്രീക്വൻസി ഒക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു ട്രയാങ്കുലർ വേവ് ആയിട്ടായിരിക്കും. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൽ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം കമ്പോണൻസ് തന്നെ, ബട്ട് ഒരു ചെറിയ ചേഞ്ച് ആയിരിക്കും. അത് നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കപ്പാസിറ്റർ ഇരുന്ന സ്ഥാനത്ത് റെസിസ്റ്റർ ഇരിക്കുന്ന സ്ഥാനത്ത് കപ്പാസിറ്ററുമാണ് ഡിഫറൻഷ്യേറ്ററിൻ്റെ കേസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും. ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ നമ്മൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിരുന്നു ഔട്ട്പുട്ട് എടുത്തിരുന്നത്. ഇനി ഇവിടെ നമ്മൾ ഫങ്ഷൻ ജനറേറ്ററിൽ നിന്നുള്ള പ്രോബ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇൻപുട്ട് സൈഡിൽ ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ. അതുപോലെ നമ്മൾ DSOയിൽ നിന്നുള്ള 2 പ്രോബ്സ് ചാനൽ 1ഉം ചാനൽ 2ഉം കണക്ട് ചെയ്യുന്നതും നമ്മൾ മുമ്പ് ഇൻ്റഗ്രേറ്ററിൽ ചെയ്തിരുന്നത് സെയിം. ഇവിടെ ചാനൽ 1ൽ ഇൻപുട്ട് നമുക്ക് DSOയിൽ കാണാൻ പറ്റും. അതുപോലെ ഔട്ട്പുട്ട് ചാനൽ 2വിൽ നിന്നായിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വയർ വേവ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഒരു സ്പൈക്ക് വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. 1 കിലോ ഹെർട്സ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക. അതുപോലെ സ്ക്വയർ വേവ് ആയിരിക്കും ഇൻപുട്ട് കൊടുക്കുന്നത്.